കഥ തുടരുന്നു. സേവറെ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറയടോ, അവറാച്ചൻ്റെ സ്വരത്തിൽ ഉദ്വേഗം. സേവർ ചന്തുവിനെ നോക്കി. താൻ പറഞ്ഞോ, ഇത് നമ്മുടെ ആൾ തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നും സ്പിരിറ്റ് കൊണ്ടുവരുന്ന നമ്മുടെ ടാങ്കറുകൾ തടയുവാൻ ചാത്തുണ്ണിയും SP വിജയദാസും തീരുമാനിച്ചിരിക്കുന്നു. മൈ ഗോഡ്! അവറാച്ചൻ്റെ കണ്ണു ചുവന്നു. ലോറികൾ അവിടെ നിന്നും പുറപ്പെട്ടുവോ? ഉവ്. എവിടെ വെച്ചാണ് അവർ തടയുവാൻ സാധ്യത? അതറിയില്ല. ഇത്രയും വിവരങ്ങൾ SP ഓഫീസിലെ നമ്മുടെ ആൾ ചോർത്തിയതാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ചന്തു എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. SP വിജയദാസ് എന്ന തൻ്റെ ഡാഡിയെ പരാജയപ്പെടുത്താൻ ഒരു അവസരമാണിത്. ചന്തു വരൂ. അവറാച്ചൻ മുതലാളി ബംഗ്ലാവിലേക്ക് പാഞ്ഞു. രാജകീയ പ്രൗഢിയുള്ള വിസിറ്റിംഗ് റൂം. അവറാച്ചൻ ഫോണിനരികിലെത്തി. റിസീവർ എടുത്തിട്ട് നമ്പറുകൾ കറക്കി. SP ഓഫീസല്ലേ? യെസ്. SP വിജയദാസിനൊന്ന് വേണം. യെസ്, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ അവറാച്ചനാണ്. നിങ്ങൾ എൻ്റെ ലോറികൾ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ച വിവരം ഞാൻ അറിഞ്ഞു. SP അമ്പരന്ന് പോയി. മിനിറ്റുകൾക്ക് മുൻപാണ് ചാത്തുണ്ണി ഈ വിവരം തന്നോട് സംസാരിച്ചത്. അതിനിടയിൽ ഇയാൾ അതറിഞ്ഞിരിക്കുന്നു. വെറുതെ താങ്കൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും മിസ്റ്റർ അവറാച്ചൻ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നോ, ഒരു വാണിംഗ്. അവറാച്ച? അതെ, അവറാച്ചൻ തന്നെ. ഒറ്റ ക്ലാസ്സിൽ പോലും പഠിക്കാത്ത ഞാൻ അറിയാതെ ഒരു ഇംഗ്ലീഷ് വാക്ക് ഉച്ചരിച്ചു പോയതാണേ. അയാൾ റിസീവർ വെച്ചു കഴിഞ്ഞു. ഇതെൻ്റെ ഇമേജിനെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ ചന്തു. അവറാച്ചൻ ആലോചനയിലായി. എത്ര ലോറികളുണ്ട്? 3. ചന്തു വിസിറ്റിംഗ് റൂമിൽ അങ്ങിങ്ങും നടന്നു. നേരം സന്ധ്യയാകാറായി. വണ്ടികൾ എപ്പോൾ നമ്മുടെ ജില്ലയിലെത്തും? 10 മണിയെങ്കിലും കഴിയും. താങ്കൾക്ക് ഒരു 4-5 പേരെ പോലീസ് വേഷത്തിൽ പുറത്തേക്ക് അയക്കാൻ കഴിയുമോ? തീർച്ചയായും. പട്ടണത്തിൽ എനിക്ക് ഒരു നാടക കമ്പനിയുണ്ട്. വെരി ഗുഡ്. ഒരു ജീപ്പിൽ പോലീസ് എന്ന് എഴുതിയൊട്ടിക്കാൻ അവരോട് പറയുക. എന്നിട്ട് ഞാൻ പാലമുട്ടിൽ എത്തുമ്പോഴേക്കും അവിടെ വരിക. തുടർന്ന് ചന്തു ചെയ്യേണ്ടത് എന്താണെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതുകൊണ്ടുള്ള നേട്ടം ഒക്കെ മനസ്സിലാകും. ചന്തു ചിരിച്ചു. ചന്തു പാലമുട്ടിലെത്തി. അയാളെ അങ്ങോട്ട് കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ ജീപ്പിൽ കൊണ്ടുവിടുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴേ അറിഞ്ഞു ചാത്തുണ്ണിയും സംഘവും വന്ന വിവരം. ചന്തു ഒന്നമർത്തി മൂളി. പോയ കാര്യം എന്തായി മോനെ? കുഞ്ഞച്ചന് അതറിയാനാണ് ധൃതി. അവറാച്ചൻ മുതലാളിയുടെ മാനേജറായി എന്നെ നിയമിച്ചു. കുഞ്ഞച്ചൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അപ്പോൾ നല്ല ശമ്പളം കാണുമല്ലോ. 20,000 രൂപ. അമ്പോ! അത് കേട്ടുനിന്ന് അവരുടെ കണ്ണ് തള്ളിപ്പോയി. 20,000 രൂപ? ചന്തു അണ്ണാ, അവന്മാരെ എന്നെ കൊന്നേനെ. ഞാൻ ഓടിക്കളഞ്ഞു, കുമാർ അറിയിച്ചു. ചന്തു അവനെ വിളിച്ച് അല്പം അകലെ മാറ്റി നിർത്തി എന്തൊക്കെയോ രഹസ്യമായി സംസാരിച്ചു. കുമാർ അതൊക്കെ തലക്കുലുക്കി സമ്മതിച്ചു. ദേ, കുഞ്ഞുകളിയല്ല കേട്ടോ, ചന്തു ഓർമ്മിപ്പിച്ചു. ചന്തു അണ്ണ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അതൊക്കെ ഞാനേറ്റുന്നേ, കുമാർ ഉറപ്പു നൽകി. ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് അവിടെ നിന്നു. അതിൽ നിന്നും ഇൻസ്പെക്ടറും പോലീസുകാരും ചാടിയിറങ്ങി. ആരാടാ ചന്തു? SI അലറി. ഞാനാണ് സാറേ. അയാൾ മെല്ലെ മുന്നോട്ട് ചെന്നു. കേരള ജീപ്പിൽ. എന്തിനാണ് സാറേ? നിന്റെ അമ്മാവിയമ്മയുടെ വീട്ടിൽ പോകാൻ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറേ. അത് തീരുമാനിക്കുന്നത് നീയാണോടാ കളറാസ്കൽ. മര്യാദയ്ക്ക് കേരള, ഇല്ലെങ്കിൽ ഇടിച്ചു നിന്റെ സിലിണ്ടർ ഞാൻ ഇളക്കും. ഇല്ല, ചെയ്ത തെറ്റ് എന്താണെന്നറിയാതെ ഞാൻ വരില്ല. വാ കഴിവട്ടെ മോനെ. SP വിജയദാസ് സാറ് പറഞ്ഞിട്ടാടാ നിന്നെ അറസ്റ്റ് ചെയ്യുന്നത്. കാര്യമൊക്കെ അദ്ദേഹം തന്നെ നേരിൽ പറയും. ഞാൻ വരില്ല. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടടാ. SIയും പോലീസുകാരും ചേർന്ന് അയാളെ എടുത്ത് ജീപ്പിലിട്ടു. അത് പാഞ്ഞുപോയി. അതിനുള്ളിൽ നിന്നും ചന്തുവിൻ്റെ നിലവിളി ഉയർന്നു. കുമാറേ, ഇനി എന്ത് ചെയ്യുമടാ? കുഞ്ഞച്ചൻ തിരക്കി. ഞാനും അതാ ചിന്തിക്കുന്നത്. എന്തൊരു അതിക്രമമാ അവർ കാണിച്ചത്. നേരം നല്ലതുപോലെ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ ചാത്തുണ്ണി മുതലാളിയുടെ കൈയുണ്ടെന്നാ. അത് ശരിയാ. ഇന്ന് പോലീസുകാർ ചന്തുവിനെ കൊല്ലും. എന്തു വേണം? അവർ ചിന്തിച്ചു തുടങ്ങി. നമുക്ക് അവറാച്ച മുതലാളിയെ വിവരം അറിയിച്ചാലോ? അതിനൊന്നും ഇനി നേരമില്ല. നമ്മളെല്ലാവരും കൂടി SP ഓഫീസിലേക്ക് പോവുക. ചന്തു അണ്ണനെ വിടുന്നതുവരെ ആരെയും പുറത്തേക്ക് പോലും വിടാതിരിക്കുക. ഒരു ലോറി വരുന്നത് കണ്ടു. കുമാർ റോഡിന് നടുവിൽ കയറി നിന്നു. നിർത്ത്. ലോറി നിന്നു. അവറാച്ചൻ മുതലാളിയുടെ ലോറിയാ, ആരോ പറഞ്ഞു. നമുക്ക് ഈ ലോറിയിൽ പട്ടണത്തിലെത്താം, കുമാർ അഭിപ്രായപ്പെട്ടു. ഭൂരിപക്ഷം പേർക്കും അത് സമ്മതമായിരുന്നു. ഈ സമയത്ത് ആ പ്രദേശത്തുള്ള മിക്കവാറും പുരുഷന്മാർ അവിടെ അത് പതിവാണ്. വൈകിട്ട് എല്ലാവരും അവിടെ വരും. കള്ളു കുടിക്കാനായാലും വീട്ടു സാധനങ്ങൾ വാങ്ങാനായാലും. എങ്കിൽ കയറ്. ഞൊടിയിടയിൽ 100ഓളം തൊഴിലാളികൾ ലോറിയിൽ ചാടിക്കയറി. കുമാറിൻ്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ ഡ്രൈവർ ലോറി മുന്നോട്ടെടുത്തു. ഒരു സംഘം പോലീസിനെ ഒരുക്കി നിർത്തിയിരിക്കുകയായിരുന്നു SP വിജയദാസ് അവറാച്ചൻ്റെ സ്പിരിറ്റ് പിടിക്കാൻ. എല്ലാവരും വാനിൽ കയറിക്കൊള്ളിൻ, വിജയദാസ് നിർദ്ദേശിച്ചു. 20ഓളം പോലീസുകാർ വാനിൽ കയറി. വിജയദാസും SP വിക്രമും ജീപ്പിലും കയറി. മുന്നിൽ ജീപ്പും പിന്നിൽ വാനും ഗേറ്റിലേക്ക് നീങ്ങി. പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു ലോറി ഗേറ്റിൽ കുറുകയായി നിന്നു. പോലീസ് വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തു. റാസ്കൽ, SP പല്ലു കടിച്ചു. ഞൊടിയിടയിൽ ലോറിയിൽ നിന്നും ചാടിയിറങ്ങിയ തൊഴിലാളികൾ ജീപ്പിന് മുന്നിൽ നിരന്നു. പോകാൻ വരട്ടെ സാറേ. ഞങ്ങളുടെ ചന്തുവിനെ വിട്ടു തന്നിട്ട് പോയാൽ മതി, മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് കുമാർ പറഞ്ഞു. ചന്തുവോ? SPക്കും SIക്കും അത്ഭുതം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ചന്തുവണ്ണനെ വിട്ടു തന്നില്ലെങ്കിൽ ഒറ്റയാളും ഈ മതിലിന് പുറത്ത് കിടക്കില്ല. തൊഴിലാളികൾ ഒറ്റക്കെട്ടായി.
ചന്തുവിന് എന്ത് പറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത്? വിക്രം തിരക്കി. പോലീസുകാർ അണ്ണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇല്ല, ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. പച്ചക്കള്ളം. ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് കൊണ്ടുപോയത്. SP ഓഫീസിൽ എന്നിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള കാരണവും പറയാമെന്ന് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും വ്യക്തമായില്ല. SP അസ്വസ്ഥതയോടെ വാച്ചു നോക്കി. ടാങ്കർ ലോറികൾ ഇപ്പോൾ ഈ ജില്ലയിൽ എത്തിക്കാണും. നിങ്ങൾ മാറി നിൽക്കിൻ. പോലീസുകാർ ചന്തുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ അത്യാവശ്യമായി ഒരിടത്ത് പോവുകയാണ്. തിരികെ വന്നിട്ട് സംസാരിക്കാം. ഇതാണ് ഞങ്ങളുടെ അത്യാവശ്യം. ചന്തു അണ്ണനെ നിങ്ങൾ കൊന്നോ? അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാണണം. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റെന്നറിയണം. ബാനിൽ നിന്ന് പോലീസുകാർ ഇറങ്ങി നിരന്നു നിന്നു. SP വിഷമത്തിലായി. അദ്ദേഹം വിക്രമിനെ നോക്കി. എന്തു ചെയ്യും? അതാണ് സാറേ ഞാനും ചിന്തിക്കുന്നത്. തൊഴിലാളികൾ രണ്ടു കൽപ്പിച്ചാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി. സമയം കടന്നു പോകുന്നത് തങ്ങൾക്ക് പ്രശ്നമാണ്. ലോറികൾ രക്ഷപ്പെടരുത്. ഉടനെ മറ്റൊരു കാർ കൂടി അവിടെ വന്നു നിന്നു. അതിൽ നിന്നും തൊഴിലാളി യൂണിയൻ നേതാവും ഇറങ്ങി. ചന്തു ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളാണ്. അയാളെ ഉടനെ വിടണം. യാതൊരു മുഖവുരയും കൂടാതെ നേതാവ് പറഞ്ഞു. മിസ്റ്റർ, ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വിക്രമത്തിന് ദേഷ്യം വന്നു. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി സാറേ. ഞങ്ങളുടെ അടുത്ത് പോലീസിൻ്റെ കളി വേണ്ട. മര്യാദയ്ക്ക് ചന്തുവിനെ എന്തു പറ്റിയെന്ന് പറയുക. അടിച്ച് തൻ്റെ പല്ലിനെ പറിക്കും. ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വന്നാണോ താൻ? വിക്രം കൈ നോങ്ങി. പിന്നെ താൻ എൻ്റെ മൂക്കിലെ രോമം പിഴുതു കളയും. ഒന്ന് പോടോ. താൻ ഞങ്ങളെ വിരട്ടണ്ട. ഞങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ പോലീസ് ജീപ്പും ഇതിനുള്ളിൽ ഇരിക്കുന്ന നിങ്ങളും ഇവിടെ നിന്ന് പോകില്ല. രണ്ടിനെയും ഇവിടെ ഞങ്ങൾ കുഴിച്ചു മൂടും. രാഷ്ട്രീയക്കാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് വിജയദാസിനറിയാം. ഏത് തുക്കട പാർട്ടിയായാലും ശരി, ആവശ്യമില്ലാത്ത ഗുലുമാലുകളൊക്കെ ഒപ്പിച്ചുവെന്ന് വരും. ശരി, ചന്തുവിനെ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾ അന്വേഷിക്കാം ഇപ്പോൾ തന്നെ. അതുപോലെ മതി. നേതാവ് സമ്മതിച്ചു. കുമാറും പാട്ടിയും തിരികെ ലോറിയിൽ കയറി. അതകന്നു പോയി. അദ്ദേഹം തിരികെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് വന്നപ്പോൾ ഫോൺ ശബ്ദിച്ചു. റിസീവർ എടുത്തു. ഹലോ, SP ഹിയർ. ഫോണിൽ നിന്നും ആദ്യം കേട്ടത് കാത് തുളഞ്ഞിറങ്ങുന്ന തെറിയാണ്. താൻ എന്തിനാടോ SP-യുടെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് നടക്കുന്നത്? തനിക്ക് കൃത്യനിർവഹണത്തിന് കഴിവില്ലെങ്കിൽ അതഴിച്ചു കളഞ്ഞിട്ട് കത്തിയും കത്രികയും വാങ്ങിക്കടോ ചരയ്ക്കാൻ. പഞ്ചായത്ത് പ്രസിഡന്റ് ചാത്തുണ്ണിയുടെ ശബ്ദം SP വിജയദാസ് കേട്ടു. അദ്ദേഹത്തിന് കോപം അടക്കാനായില്ല. ഷട്ടപ്പ് ബ്ലഡി ബ്ലസ്റ്റേഡ്. അടിച്ച് തൻ്റെ കരുണ പുകച്ചു കളയുന്നേൻ. താൻ എന്താടോ എന്നെക്കുറിച്ച് വിചാരിച്ചത്? തൻ്റെ മടിയിൽ എടുത്തു വയ്ക്കാവുന്ന അടക്കയാണെന്നോ? താൻ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞു അല്ലേ? അത്രയും മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ടല്ലോ. ഭാഗ്യം. ചാത്തുണ്ണിയോട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് താൻ മറന്നുപോയിട്ടില്ലല്ലോ. പോടാ പുല്ലേ. താൻ ആരാ? ദൈവമോ? വിജയദാസ്. യെസ്, ഞാൻ തന്നെയാണ്. നമ്മൾ തമ്മിൽ ഒരു ശീതസമരം വേണമോ? താനല്ലേ എന്നോട് തെമ്മാടിത്തരം പറഞ്ഞത്? അതങ്ങ് മറക്കടോ. ഞാൻ ആദ്യത്തെ കോപത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയി. ചാത്തുണ്ണി തണുത്തു. കോപമൊക്കെ ഭാര്യയുടെ അടുത്ത് മതി. വിട്ടുകളയടോ. തനിക്കിപ്പോൾ കലിപ്പുണ്ടാകാൻ ഇവിടെ എന്ത് നടന്നു? അവറാച്ചൻ്റെ ടാങ്കർ ലോറികൾ ഇപ്പോൾ സുരക്ഷിതമായ താവളങ്ങളിൽ എത്തിക്കാണും. എനിക്കും അതറിയാം. അവ ഇന്ന് കസ്റ്റഡിയിൽ എടുക്കാമെന്ന് താൻ എനിക്ക് വാക്ക് തന്നിരുന്നതാണ്. ഒക്കെ ശരി തന്നെ. പക്ഷേ അതിനിടയ്ക്ക് ഇവിടെ പലതും സംഭവിച്ചു. സംഗതിയുടെ ഏകദേശ രൂപം വിജയദാസ് ചാത്തുണ്ണിയെ പറഞ്ഞു കേൾപ്പിച്ചു. ചാത്തുണ്ണിയും മൗനം. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? എന്താ? ചാത്തുണ്ണിയുടെ സ്വരത്തിൽ വിരസത. ചന്തുവിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാനോ? അല്ലാതെ പിന്നെ ഞങ്ങളോ? താൻ പിന്നെയും ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറയരുത്. ചന്തുവിന് പിന്നെ എന്ത് സംഭവിച്ചു? അത് ഞാനെങ്ങനെ അറിയും? SP ചിന്തയിലായി. തക്ക കാരണങ്ങളുള്ള എന്തോ കളി നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തം. പക്ഷേ അത് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിജയദാസ് റിസീവർ വച്ചു. ചില സെക്കൻഡുകൾ കഴിഞ്ഞതേയുള്ളൂ. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ഹലോ, ഇത് ഞാനാ സാറേ, അബ്കാരി അവറാച്ചൻ. യു ബ്ലഡി. വേണ്ട സാറേ. ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചാൽ അതുപോലെ മറുപടി പറയുവാൻ അവറാച്ചന് അറിയത്തില്ല. പലരുടെയും വായിൽ നിന്ന് വീണ് കിട്ടിയ വാക്കുകളെ എനിക്കറിയൂ. തനിക്ക് എന്ത് വേണം? എൻ്റെ സ്പിരിറ്റ് പിടിക്കാതിരുന്നതിന് നന്ദി പറയാൻ വിളിച്ചതാ. സ്കൗണ്ടറൽ. വിജയദാസ് ഊക്കോടെ റിസീവർ ക്രാഡിലേക്ക് ഇട്ടു. എന്തു പറ്റി? റിസീവർ കയ്യിൽ പിടിച്ചുകൊണ്ട് അബ്കാരി അവറാച്ചൻ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ ചന്തു തിരക്കി. SP ദേഷ്യത്തിലാ. ഇപ്പോൾ എന്നെ കിട്ടിയാൽ മുഖമടച്ചൊന്ന് തരാനുള്ള കോപം ഉണ്ടായിരിക്കും. അവറാച്ചൻ പറഞ്ഞു. ഏതായാലും ഞാൻ ചാത്തുണ്ണിയെ കൂടി ഒന്ന് വിളിക്കട്ടെ. ഉടനെ അയാൾ ചാത്തുണ്ണിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെ, നിങ്ങളാരാ? നിന്റെ അന്തകൻ അവറാച്ചൻ. എടാ പട്ടിക്കഴുവയുടെ മോനെ, തീക്കെട്ടലാണോടാ ഉറുമ്പരിക്കാൻ തുടങ്ങുന്നത്? നീ എൻ്റെ സ്പിരിറ്റ് പിടിപ്പിക്കും അല്ലേടാ? അവറാച്ച. അതെടാ. എന്നിട്ട് എന്തായി? അങ്ങനെ സംഭവിച്ചാൽ നിന്നെ ഞാൻ സ്പിരിറ്റിനുള്ളിലിട്ട് കത്തിക്കും. മനസ്സിലായോടാ? നീ അവറാച്ചനെയാണോ കളി പഠിപ്പിക്കാൻ വരുന്നത്? ഇത്തവണ നീ രക്ഷപ്പെട്ടു. എന്നാൽ അടുത്ത തവണ നിന്നെ എന്നെ കുരുക്കുമെടാ. ഓ പിന്നെ നീ അങ്ങ് പൊളുത്തും. ആണുങ്ങൾ വാക്കിലല്ലേടോ, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത്. കാണാവിടാ. കാണാം. ഇരുവരും റിസീവർ വെച്ചത് ഒരു സമയത്താണ്. ചന്തുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്നുകൊണ്ട് എൻ്റെ മുഖം നഷ്ടമായേനെ. അവറാച്ചൻ്റെ വാക്കുകളിൽ തികഞ്ഞ ആത്മാർത്ഥത. ചന്തു ചിരിച്ചു. പിന്നെ ഒരു ബീഡി കത്തിച്ചു.
ഈ കാര്യത്തിലൊന്നും താങ്കൾ എനിക്ക് വേണ്ടി കടപ്പാടുകൾ കാത്തു സൂക്ഷിക്കേണ്ടതില്ല. താങ്കളുടെ സ്ഥാപനങ്ങളുടെ മാനേജർ എന്ന നിലയ്ക്ക് താങ്കളെ ഏത് അപകടത്തിൽ നിന്നും രക്ഷിക്കേണ്ട ചുമതല എനിക്കുള്ളതാണ്. ഇനിയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അവറാച്ചൻ്റെ ഹൃദയം നിറയ്ക്കുവാൻ പര്യാപ്തമായിരുന്നു ഈ വാക്കുകൾ. എനിക്ക് പാലമുട്ടിലേക്ക് പോകണം. ചന്തു എണീറ്റു. കുമാറിന് മാത്രമേ യാഥാർത്ഥ്യം അറിയൂ. ബാക്കിയുള്ളവർ എന്നെ ഓർത്ത് വ്യാകുലപ്പെടുകയാവും. ഇനി രാവിലെ പോയാൽ പോരെ? പറ്റില്ല. എങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഒരിക്കലാവാം. എൻ്റെ ഭാര്യയെയും മകളെയും പോലും കണ്ടില്ലല്ലോ. നാളെയും ഞാൻ ഇവിടേക്കാണല്ലോ വരുന്നത്. ജീപ്പ് കൊണ്ടുപോയിക്കോളൂ. അവറാച്ചൻ കീ നീട്ടി. ചന്തു അത് വാങ്ങി ജീപ്പിൽ പാലമുട്ടിലേക്ക്. ചന്തുവിൻ്റെ ബുദ്ധിയിൽ അതീവ സന്തുഷ്ടനായി കഴിഞ്ഞിരുന്നു അവറാച്ചൻ. ഒപ്പം മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയുടെ ഉറവ പൊട്ടി. ചന്തു പാലമുട്ടിലെത്തുമ്പോൾ 11 മണിയോടടുക്കാറായിരുന്നു. എങ്കിലും പല തൊഴിലാളികളും അവിടെ നിന്നും പോയിരുന്നില്ല. അടുത്ത ദിവസം ഒരു സമരം നടത്തിയാലോ എന്ന ചിന്തയിലായിരുന്നു അവർ. കുമാറിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ചന്തു ജീപ്പ് നിർത്തി ഇറങ്ങിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചന്തു അണ്ണൻ എവിടെയായിരുന്നു അണ്ണാ? പോലീസുകാർ എവിടെ വരെ കൊണ്ടുപോയി? എന്തായിരുന്നു കാര്യം? ഒരുപാട് ചോദ്യങ്ങൾ. അവർ ആരായിരുന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, അവർ പോലീസുകാർ അല്ലായിരുന്നു. പിന്നെ മറ്റാരോ ആയിരുന്നു. എന്നെ കൊല്ലുക ആയിരുന്നിരിക്കണം ലക്ഷ്യം. എന്നിട്ട് ഒരു വിധത്തിൽ ഞാൻ അവരിൽ നിന്നും രക്ഷപ്പെട്ടു. വരുന്ന വഴി അവർ അച്ഛൻ മുതലാളിയുടെ കാർ കണ്ടു. അതിൽ കയറി ബംഗ്ലാവിൽ ചെന്ന് ഈ ജീപ്പുമായി പോന്നു. ഭാഗ്യം, അല്ലാതെന്താ? ആരോ പറയുന്നത് കേട്ടു. ചന്തുവും കുമാറും മുഖാമുഖം നോക്കി. ആഹാ, നാളെ കാണാം. എനിക്കൊന്ന് ഉറങ്ങണം, അയാൾ പറഞ്ഞു. ശരി ശരി. ഓരോരുത്തരായി പിരിഞ്ഞു പോയി. അവസാനം കുമാർ മാത്രം അവശേഷിച്ചു. നീ പോകുന്നില്ലേ? ഇല്ല, ഇന്നിനി വേണേലും ചാത്തുണിയുടെ ആൾക്കാർ എത്തിയേക്കാം. അണ്ണൻ ഒറ്റയ്ക്ക്? അത് സാരമില്ല. എങ്കിലും അവൻ പോയില്ല. ഇരുവരും ജീപ്പിനുള്ളിൽ കിടന്നുറങ്ങി. അടുത്ത പ്രഭാതം. ചന്തു രാവിലെ കുളിച്ചു. കുഞ്ഞച്ചൻ്റെ കടയിൽ നിന്നും പുട്ടും കടലയും കഴിച്ചു. ഇന്ന് തന്നെ ജോലിക്ക് ചേരുകയില്ലേ മോനെ? കുഞ്ഞച്ചൻ തിരക്കി. ആണ് കുഞ്ഞച്ചൻ ചേട്ടാ. പുറത്ത് ഒരു കാർ വന്നു നിന്നു. മാന്യമായി വസ്ത്രധാരണം നടത്തിയ ഒരാൾ പെട്ടിയുമായി പുറത്തിറങ്ങി. അത് ചന്തുവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. എന്താണിത്? മുതലാളി തന്നയച്ചതാ. കൈ കഴുകിയിട്ട് ചന്തു അത് തുറന്നു. പാൻസും ഷർട്ടും ടൈയും, പിന്നെ ഷൂസ്, വാച്ച്, കൂളിംഗ് ഗ്ലാസ്, ഒരു കട്ടി ചെയിൻ, മോതിരം, പേന വരെ. ഞാൻ പോകട്ടെ സാർ? ആദ്യം ചന്തു ഒന്ന് അമ്പരന്നെങ്കിലും താനിപ്പോൾ അവരുടെ മാനേജറാണല്ലോ എന്ന ഓർമ്മ അയാളിലുണ്ടായി. പക്ഷേ അയാൾക്ക് ഇഷ്ടപ്പെട്ടത് പാലമുട്ടിലെ തൊഴിലാളികളുടെ ചന്തുവണ്ണ എന്നുള്ള വിളി തന്നെയാണ്. മോൻ ഇതൊക്കെയാണ് ധരിച്ചേ? ഞങ്ങളൊന്ന് കാണട്ടെ. കുഞ്ഞച്ചൻ കടയോട് ചേർന്നുള്ള ചെറിയ മുറിക്ക് നേരെ കൈ ചൂണ്ടി. ചന്തു അതിനുള്ളിൽ കയറി. ഏതാണ്ട് 15 മിനിറ്റുകൾക്ക് ശേഷമാണ് പുറത്തു വന്നത്. കുഞ്ഞച്ചൻ്റെ കണ്ണ് തള്ളിപ്പോയി. പെൺമക്കൾ ഇമയനക്കാതെ നോക്കി നിന്നു. ചന്തു തന്നെയാണോ ഇത്? പാൻറ്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ടൈയുമൊക്കെയായി ഒരു പൈലറ്റിനെ പോലെ. തൊപ്പിയുടെ കുറവേയുള്ളൂ. എൻ്റെ കണ്ണു നാക്കും വലിക്കരുത്, കുഞ്ഞച്ചൻ ചന്തുവിനെ തൊട്ട് പറഞ്ഞു. അയാൾ ചിരിച്ചുപോയി. എന്താ ചേട്ടാ ഇത്? ഇതങ്ങനെയാ. ചന്തു മെല്ലെ ജീപ്പിന് നേരെ നടന്നു. തൊഴിലാളികൾ വട്ടം കൂടി. അവരൊക്കെ അയാളെ സന്തോഷത്തോടെ നോക്കി നിന്നു. ഞാൻ ആരോടും യാത്ര ചോദിക്കുന്നില്ല, ചന്തു പറഞ്ഞു. കാരണം ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ കാണും എന്നും. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം, മടിക്കരുത്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരും. ചന്തു ജീപ്പിൽ കയറിയിരുന്നു. കുമാരേ, അവൻ അടുത്തു ചെന്നു. നീ വരുന്നു എൻ്റെ കൂടെ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിന്നെ ഞാൻ കൊണ്ടുപോകാം. കുറച്ച് ദിവസം കഴിയട്ടെ. അത് മതിയണ്ണ. ചന്തു ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അയാൾ കൈ ഉയർത്തി വീശി. കുഞ്ഞച്ചൻ തുവർത്തുകൊണ്ട് കണ്ണു തുറച്ചു. ചന്തു പോയതിൽ സന്തോഷിക്കുന്ന ചിലർ അവിടെ മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഭൈരവനും കൂട്ടരും. ദിവസങ്ങൾ കടന്നുപോയി. ചന്തുവിന് തിരക്കായിരുന്നു. അവറാച്ചൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും അയാൾ പോയി. തൊഴിലാളികളെ പരിചയപ്പെട്ടു. ഒരാഴ്ചത്തേക്ക് പാലമുട്ടിലേക്ക് വരാനേ കഴിഞ്ഞില്ല. ഭൈരവനും മറ്റും വീണ്ടും ഗുണ്ടാ കളികൾക്കുള്ള ഭാവമായി. ഒരു സായാഹ്നത്തിൽ പട്ടണത്തിൽ നിന്നും ചിലർ ഭൈരവനെ തേടിയെത്തി. ഞങ്ങൾ പണം തന്നിട്ട് മാസം 1 കഴിഞ്ഞു. ഇനി കാത്തിരിക്കാൻ വയ്യ. അതിനെന്താ, ഇന്ന് രാത്രി തന്നെ ഞാൻ ശരിയാക്കാം. അത് മതി. ഞങ്ങൾ ചാത്തുണിയുടെ ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഭൈരവൻ തലകുലുക്കി. അന്ന് രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ആ ജീപ്പ് പാലമുട്ടിൽ വന്ന് ബ്രേക്ക് ചെയ്തു. അതിൽ നിന്നും പട്ടണത്തിൽ നിന്നെത്തിയവരും റെന്നിയും ഇറങ്ങി. ഭൈരവനും കൂട്ടുകാരും കാത്തു നിൽക്കുകയായിരുന്നു. പാലമുട്ടിൽ അവരെ കൂടാതെ ഒറ്റ മനുഷ്യജീവിയും അപ്പോൾ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നില്ല. അവളെ എന്തിയടാ? റെന്നി ഭൈരവനോട് തിരക്കി. വീട്ടിലുണ്ട്, ഞാൻ ഉടൻ കൊണ്ടുവരാം. നേരത്തെ കൊണ്ടുവന്ന് നിർത്താഞ്ഞത് അവൾ നിലവിളിച്ച് ആളെ കൂട്ടിയാലോ എന്ന് വിചാരിച്ചാ. കൊണ്ടുവന്നാൽ ഉടനെ ജീപ്പിൽ കയറ്റി ഇവിടെ നിന്ന് അകറ്റണം. അതൊക്കെ ഞങ്ങളേറ്റു. വാടാ. ഭൈരവൻ കൂട്ടാളികളെയും വിളിച്ചുകൊണ്ട് ഇരുളിൽ മറഞ്ഞു. റെന്നിയും കൂട്ടുകാരും ഓരോ സിഗരറ്റ് ചുണ്ടിൽ വെച്ചു. ആ ചന്തു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ കുഴപ്പം കൂടാതെ നടന്നേക്കാം, പട്ടണത്തിൽ നിന്നെത്തിയവരിൽ ഒരാൾ പറഞ്ഞു. ചന്തു, അവൻ്റെ മരണം എൻ്റെ കൈക്കൊണ്ടായിരിക്കും. റെന്നി പല്ലു കടിച്ചു. ഭൈരവനും കൂട്ടരും ശബ്ദമുണ്ടാക്കാതെ സീതരെ വീടിനു മുന്നിലെത്തി. ഒരു ഇല പോലും വീഴാൻ കേൾക്കാവുന്ന നിശബ്ദത. ഭൈരവൻ തിണ്ണയിലേക്ക് കയറി. സീതേ, സീതേ. അവൻ മെല്ലെ വാതിലിൽ തട്ടി വിളിച്ചു. അനക്കമില്ല. വീണ്ടും ആവർത്തിച്ചപ്പോൾ അകത്ത് സീത ഉണർന്നു. ആരാ? ഭീതിയിൽ വിറപ്പുണ്ട ശബ്ദം. ഞാനാടി, നിന്റെ ചന്തു അണ്ണൻ. അത് കേട്ടതേ അവൾ ചാടി എഴുന്നേറ്റു. ചന്തു അവളോട് ജോലി കിട്ടിയ കാര്യം ഒന്നും പറഞ്ഞിരുന്നത് പോലുമില്ല. പിന്നീട്
ചന്തയിൽ പോയപ്പോഴാണ് അവൾ അതറിഞ്ഞത്. എന്നാലും ചന്തു അണ്ണൻ തന്നോട് യാത്ര പോലും ചോദിച്ചില്ലല്ലോ എന്നുള്ള പ്രയാസം ഉണ്ടായിരുന്നു സീതയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേര് കേട്ടപ്പോൾ അവൾ ചാടി എണീറ്റു. വിളക്ക് പോലും തെളിയിക്കാതെയാണ് വാതിൽ തുറന്നത്. ആ ക്ഷണം അവളെ ഒരു ബലിഷ്ഠമായ കൈ ചുറ്റിപ്പിടിച്ചു. ഒപ്പം അടുത്ത കൈ മുഖത്തമർന്നു. സീതയ്ക്ക് ഒന്ന് ചലിക്കാൻ കൂടി കഴിഞ്ഞില്ല. കയറി വാടാ. ഭൈരവൻ്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. സീതയുടെ ഹൃദയത്തിൽ ഒരു വെള്ളിടി വെട്ടി. ചതി. അവൾ കുതറാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അവർ അവളെ എടുത്തുയർത്തിയിരുന്നു. ഇരുളിലൂടെ അവർ അവളെ കൊണ്ടുപോയി. കുത്തിച്ചു മോള്. അവളെ മറ്റവനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഓടി വന്ന് വാതിൽ തുറന്നു. എന്താടി, വരുത്തന്മാരെയുള്ളോ ആണുങ്ങൾ? ഭൈരവൻ മുരണ്ടു. അവളെ അവർ പാലമുട്ടിലെത്തിച്ചു. കിട്ടിയോടാ? കിട്ടി. വെരി ഗുഡ്. അവർ അവളെ തറയിൽ നിർത്തി. മിണ്ടാതെ മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോണം, ഇല്ലെങ്കിൽ കൊന്നു കളയും ഞാൻ. ഭൈരവൻ കടാരയെടുത്തു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ പോലും അത് തിളങ്ങി. സീത നിന്ന് വിറച്ചു. അത്രയും പേരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. റെന്നി ഒരു പ്ലാസ്റ്റർ എടുത്ത് സീതയുടെ വായ്ക്ക് കുറുകെ ഒട്ടിച്ചു. കേരടി ജീപ്പിൽ. തന്നെ കൊണ്ടുപോകരുതേ എന്ന് അവൾ ആംഗ്യം കാണിച്ചു. റെന്നിക്ക് ചിരിയാണ് വന്നത്. മോള് പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ കൊല്ലുകയും മറ്റുമില്ല. കയറിക്കോ. ഭൈരവൻ ജീപ്പിൻ്റെ പിന്നിലെ ഡോർ തുറന്ന് അവളെ അകത്തേക്ക് തള്ളി. പട്ടണത്തിൽ നിന്നെത്തിയവർ 100 രൂപയുടെ ഏതാനും നോട്ടുകൾ കൂടി അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവർ ജീപ്പിൽ കയറി. ഒരു ശരം കണക്കെ അത് പാഞ്ഞുപോയി. റെന്നി സീറ്റുകൾക്കിടയിലൂടെ മെല്ലെ പിന്നിൽ പ്രവേശിച്ചു. അതിനു മുൻപ് തന്നെ അവൾ മുഖത്തെ പ്ലാസ്റ്റർ വലിച്ചു പറിച്ചു കളഞ്ഞിരുന്നു. ഞാനൊരു പാവമ സാറേ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിട്ടയക്കണം, നിലവിളിയോടെ അവൾ പറഞ്ഞു. ആ, നീ പ്ലാസ്റ്റർ വലിച്ചു പറിച്ചു കളഞ്ഞോടി സാർ. എന്നെ അവൾക്ക് പൂർത്തിയാക്കുവാൻ കഴിയുന്നതിന് മുമ്പ് റെന്നി അവളുടെ വായ്പൊത്തുകയും കൈകൾ പിന്നോട്ട് തിരിക്കുകയും ചെയ്തു. അവറാച്ചൻ മുതലാളിയുടെ ബംഗ്ലാവിൽ മതിലിനുള്ളിൽ തന്നെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ചന്തു അവിടെയാണ് താമസിക്കുന്നത്. ബംഗ്ലാവിൽ തന്നെ താമസിക്കുവാൻ അയാളെ അവറാച്ചൻ നിർബന്ധിച്ചതാണ്. പക്ഷേ ചന്തു അതനുസരിച്ചില്ല. അവറാച്ചൻ്റെ ഭാര്യ മേരിക്കും ചന്തുവിനെ ഇഷ്ടമായിരുന്നു. തങ്ങൾക്ക് ഇത്തരമൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും അവർ ആഗ്രഹിച്ചു. ലിസി മാത്രം അയാളെ തുറച്ചു നോക്കും, പേടിച്ചറിൻ്റെ ഭാവത്തിൽ. അവറാച്ചൻ മുതലാളിയുടെ ഏക മകൾ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് അവളെ. ചെയ്യാത്ത ചികിത്സകളില്ല, പക്ഷേ ഒന്നുപോലും പ്രയോജനപ്പെട്ടില്ല. ഭ്രാന്താശുപത്രിയിൽ മകളെ അടയ്ക്കുവാൻ അവറാച്ചൻ ആഗ്രഹിക്കുന്നില്ല. ഭ്രാന്തിയാണെങ്കിലും സുന്ദരികളായ പെൺകുട്ടികളോട് അവിടെ എത്ര സമീപനമായിരിക്കും എന്ന് അയാൾക്കറിയാം. രാവിലെ 7 മണി. ചന്തു ഉണർന്നു കിടക്കുകയായിരുന്നു. ആരോ വാതിലിൽ തട്ടുന്നത് കേട്ടു. ബംഗ്ലാവിലെ വേലക്കാരി കാപ്പിയുമായി എത്തിയതാണെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്. എന്നാൽ തൊട്ടുമുന്നിൽ കുമാറിനെ കണ്ടപ്പോൾ അയാൾ തെല്ലൊന്ന് അമ്പരക്കാതിരുന്നില്ല. ആഹാ, കുമാറോ, അകത്തേക്ക് വരൂ. അവൻ അകത്ത് കയറി. ഇരിക്കടാ. അതിനുള്ള സമയമല്ല ചന്തു അണ്ണ ഇത്. എന്താടാ, എന്തുണ്ടായി? സീതയെ കാണാനില്ല. ചന്തുവിൽ നടുക്കം. എപ്പോൾ? രാത്രിയിലായിരിക്കണം. രാവിലെയാണ് വിവരം അറിഞ്ഞത്. ചന്തു ഒരു നിമിഷം ചിന്തയിലാണ്ടു. ഭൈരവൻ സ്ഥലത്തുണ്ടോ? ഒവ്. അപ്പോൾ? രാത്രിയിൽ കവലയിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്നതും കുറച്ചു കഴിഞ്ഞ് അകന്നു പോകുന്നതും കുഞ്ഞൻ ചേട്ടൻ കേട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിലാരൊക്കെയുണ്ടായിരുന്നെന്ന് കണ്ടോ? ഇല്ല. പാവം പേടിച്ച് പുറത്തിറങ്ങി നോക്കിയില്ല. ചന്തുവിൽ പെട്ടെന്ന് ചില ആശയങ്ങളുണ്ടായി. നീ ഒരു മിനിറ്റ് ഇരിക്കേ. അയാൾ വേഗം തയ്യാറായി. വേലക്കാരി കൊണ്ടുവന്ന കാപ്പി കുമാറിന് കൊടുത്തു. നീ എങ്ങനെയാ വന്നത്? സൈക്കിളിൽ. അതെടുത്ത് ജീപ്പിൻ്റെ പിന്നിൽ വയ്ക്കേ. കുമാർ അനുസരിച്ചു. അവറാച്ചൻ മുതലാളിയുടെ കാര്യം സൂചിപ്പിച്ച് ചന്തു വന്ന് ജീപ്പിൽ കയറി. ഒരു വെടിയുണ്ട കണക്കെ അത് കുന്നിൻ ചെരുവിലൂടെ പാഞ്ഞു. കുമാർ ഭയന്നു പോയി. സീതയെ കാണാനില്ലെന്ന വാർത്ത ആരാണ് ആദ്യം അറിഞ്ഞത്? അടുത്ത വീട്ടിലെ ഒരു കിളവി തള്ളയായിരുന്നു ഇപ്പോൾ സീതയ്ക്ക് കൂട്ടുകിടക്കുന്നത്. ഇന്നലെ അവരുടെ കൊച്ചുമകൾ ആശുപത്രിയിലായതിനാൽ അവരവിടെ തങ്ങി. വെളുപ്പാങ്കാലത്ത് തിരിച്ചു വന്നപ്പോൾ സീതയുടെ വീട്ടിൽ കയറി. പിന്നെ അയാളൊന്നും ചോദിച്ചില്ല. പാലമുട്ടിലെത്തുമ്പോൾ 8 മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ. അവിടുത്തെ ആൾക്കാർ സീതയെപ്പറ്റി ഊഹാപോഹങ്ങൾ പറയുകയായിരുന്നു. ജീപ്പിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ഭൈരവൻ ഒരു പീഡികത്തിണ്ണയിൽ ഇരിക്കുന്നത് ചന്തു കണ്ടു. നേരെ അവിടേക്ക് ചെന്നു. ഭൈരവൻ്റെ കൂട്ടുകാർ പിന്നോട്ട് മാറി. ചന്തുവിനെ കണ്ടപ്പോൾ അയാൾ അരയിൽ നിന്നും കടാരയെടുത്ത് കയ്യിലെ നഖം വെട്ടുവാൻ തുടങ്ങി. അയാളുടെ മുന്നിൽ ചന്തു നിന്നു. ഭൈരവൻ അതറിഞ്ഞ മട്ടില്ല. സീത എവിടെയാണ് ഭൈരവ? അയാൾ തലയിളക്കി. സീത എവിടെയാണെന്ന്? ഭൂമി പിളർന്ന് താഴേക്ക് പോയെന്നല്ലേ കഥ? അയാൾ ചിരിച്ചു. ദേ ഇങ്ങോട്ട് നോക്ക്. ഇത് തമാശ പറയാനുള്ള സമയമല്ല. നിൻ്റെ ഭാര്യയുടെ അഞ്ചത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അവളുടെ കാര്യങ്ങൾ നോക്കുന്നതും ആ വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നതും നീയല്ലേ? എന്നിട്ടിപ്പോൾ അവൾ എവിടെയാണെന്ന് എന്നോട് തിരക്കിയാൽ ഞാനെങ്ങനെ അറിയും? ഇത് നല്ല കൂത്ത്. ആൾക്കാരൊക്കെ അങ്ങുമിങ്ങും നിന്ന് ശ്രദ്ധിക്കുകയാണ്. ഭൈരവൻ തുടർന്നു. അവളെ താൻ എവിടെ കൊണ്ടുപോയെന്ന് എനിക്കറിയണം. ഞാൻ അവളുടെ ചേട്ടനാ. അതോ ആവശ്യം കഴിഞ്ഞപ്പോൾ താൻ അവളെ കൊന്നോ? ഭൈരവൻ എണീറ്റു. ഭൈരവ. ചന്തുവിൻ്റെ ശബ്ദത്തിന് കടുപ്പം കൂടി. സമയം വളരെ കുറവാണ്. തനിക്ക് മറ്റു പണിയൊന്നുമില്ലേ? വന്നോളും രാവിലെ ഓരോ ശല്യങ്ങൾ. അയാൾ അവിടെ നിന്നും പോകാൻ ഭാവിച്ചു. നിൽക്കട അവിടെ. ഭൈരവൻ്റെ കാലുകൾ നിശ്ചലമായി. അയാൾ കത്തിയുമായി തിരിഞ്ഞു. എന്താ തൻ്റെ ഉദ്ദേശം? ഒരിക്കൽ പറ്റിയ തോൽവി നികത്തുവാൻ അവസരം കാത്തിരിക്കുകയാണ് ഞാൻ. കുത്തിക്കീറി നിൻ്റെ കുടലെടുത്ത് ഞാൻ മാലയിടും. പന്നി കഴിവേറി.
ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ചന്തുവിന് ഉറപ്പായി. കണ്ണു ചിമ്മി തുറക്കുന്ന നേരത്തിനുള്ളിൽ ഒരു ശബ്ദം കേട്ടു. മുഖമടച്ച് ശക്തമായ ഒരടിയേറ്റ് ഭൈരവൻ മണ്ണിൽ കമിഴ്ന്നു വീണു. ചന്തു അയാളുടെ കടാര പിടിച്ചിരുന്ന കയ്യിൽ ആഞ്ഞു ചവിട്ടി. ഹാ! അയാൾ പിടിവിട്ടു. ചന്തു അത് തട്ടിക്കളഞ്ഞിട്ട് കാൽമുട്ടുകൊണ്ട് ഭൈരവൻ്റെ പുറത്ത് ആഞ്ഞടിച്ചു. അയാൾക്ക് അവിടെ നിന്ന് എണീൽക്കാൻ കഴിഞ്ഞില്ല. സത്യം പറയടാ, സീതയെ നീ എവിടെ കൊണ്ടുപോയി? ഞാൻ എങ്ങും കൊണ്ടുപോയില്ല. പിന്നെ ആരെ കൊണ്ടുപോയത്? എനിക്കറിയത്തില്ല. ഭൈരവൻ വേദനയോടെ പുളഞ്ഞു. ചന്തു അയാളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തമർത്തി. മൂക്കിലും വായിലും മണ്ണ് കയറിയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറയാം, എന്നെ കൊല്ലരുത്. എങ്കിൽ പറ. ഞാനൊന്ന് എണീക്കട്ടെ? പറഞ്ഞിട്ട് എണീറ്റാൽ മതി. സീതയെ പട്ടണത്തിലെ സ്റ്റുഡിയോക്കാർ കൊണ്ടുപോയി. ഏത് സ്റ്റുഡിയോക്കാർ? സ്റ്റാർ വീഡിയോ ആൻഡ് സ്റ്റുഡിയോ. എത്ര രൂപയ്ക്കാണ് നീ അവളെ വിട്ടത്? 5000. ചന്തു അവൻ്റെ പിടലിക്ക് ഒന്ന് കൊടുത്തിട്ട് പിടിവിട്ടു. സ്റ്റുഡിയോ 2 പേരുടെ വകയാണത്, വിക്ടറും നെൽസണും. ഇരുവരും കുവൈറ്റിലായിരുന്നു. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയവയുമായി പോന്നതാണ്. അന്ന് കസ്റ്റംസ് ചെക്കിങ് കുറവായതിനാൽ അവർ നാട്ടിൽ കൊണ്ടുവന്നത് കുറച്ച് സ്വർണം മാത്രമായിരുന്നു, ഏതാണ്ട് 30 കിലോഗ്രാം. വീഡിയോ വിഷൻ തുടങ്ങണമെന്ന് നേരത്തെയുള്ള തീരുമാനമായിരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് നീലച്ചിത്രങ്ങളുടെ കാസ്റ്റുകൾ അയക്കാം. കേരളീയ യുവതികളുടെ കാസ്റ്റുകൾക്ക് അവിടെ നല്ല മാർക്കറ്റാണെന്ന് അവർക്കറിയാം. നഗരത്തോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ചെറിയ കെട്ടിടത്തിലാണ് സ്റ്റാർ പ്രവർത്തിക്കുന്നത്. മുറ്റത്ത് വിവിധ വർണ്ണത്തിലുള്ള പൂച്ചട്ടികൾ. രാത്രിയിലും പകലിലും സ്റ്റുഡിയോയിൽ ആൾക്കാരുണ്ടാകും. കമ്പ്യൂട്ടർ വാഷിംഗ് ആണ്. അതിനാൽ സമീപ പ്രദേശങ്ങളിലെ എല്ലാ സ്റ്റുഡിയോവിലെയും ഫിലിമുകൾ അവിടെ എത്തും. 8:30 ഒരു കാറിൽ വിക്ടറും നെൽസണും എത്തി. അവർ ഓഫീസ് റൂമിലേക്ക് കയറിയതേയുള്ളൂ. ഒരു ഭയങ്കര ശബ്ദം കേട്ടു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ജീപ്പ് മുറ്റത്ത് കിടന്നിരുന്ന തങ്ങളുടെ കാറിൽ വന്നിടിക്കുന്നു. മുറ്റത്തെ പൂച്ചട്ടികളൊക്കെ ജീപ്പിൻ്റെ വീലുകൾക്കിടയിലായി. ജീപ്പ് വീണ്ടും പിന്നോട്ട് പോയി. അതിൻ്റെ ഇരട്ടി വേഗത്തിൽ മുന്നോട്ട് വന്ന് കാറിൽ ആഞ്ഞിടിച്ചു. കാർ ആ ശക്തിയിൽ ഭിത്തിയിൽ വന്നിടിച്ചു. കഥ തുടരും.